ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ അട്ടിമറിച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ICCയുടെ ഒരു ട്രോഫി നേടുക എന്നുള്ളത്. 1998 അവർ ചാമ്പ്യൻസ് ട്രോഫി നേടിയതൊഴിച്ചാൽ ഇത്ര വർഷത്തെ ചരിത്രത്തിൽ അവർക്ക് ഒരു ട്രോഫി പോലും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ജയിക്കാത്ത ടീമുകൾ ജയിക്കുന്ന ഒരു വർഷമാണ് 2025. ഒരിക്കൽ പോലും കപ്പ് നേടാൻ ആവാത്ത ടീമുകൾ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അതല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് കപ്പ് നേടാൻ സാധിക്കാത്ത ടീമുകൾ പോലും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമായിട്ട്, ഒരു ഭാഗ്യവർഷമായിട്ട് അറിയപ്പെടാൻ പോവുകയാണ് 2025. ഈ വർഷം അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയെയും ആ ഭാഗ്യം തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോർഡ്സിൽ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 അവർ ചാമ്പ്യന്മാരായിരിക്കുന്നു. ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ സൗത്ത് ആഫ്രിക്കയുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ടീം, അതായത് കാഴ്ച പരിമിതരുടെ ഒരു ടീം ഇന്ത്യയിലേക്ക് ടൂർ ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് ടൂർ ചെയ്താൽ ഒരു ലോകകപ്പ് മത്സരമായിരുന്നു. അത് കൊച്ചിയിലെ സെന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കേണ്ടതായിരുന്നു. അത് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലായിരുന്നു. പക്ഷേ ആ മത്സരം നടന്നില്ല. കാരണം അന്ന് മഴയായതുകൊണ്ട് ആ മത്സരം നടന്നില്ല. പക്ഷേ അന്ന് അവിടെ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. അവർ കാഴ്ച പരിമിതരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ടീമാണ്. പക്ഷേ അവരുടെ ഒരു ആഘോഷം, അവരുടെ പാട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു രസകരമായ സംഭവം അത് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് അത് നിങ്ങളെ കാണിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിനെ പറ്റിയുള്ള ഒരു വിശകലനം നടത്താമെന്ന് തോന്നുന്നു. എത്ര മനോഹരമായിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആഘോഷം, അല്ലെങ്കിൽ അവരുടെ പാട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഘോഷം എന്ന് നമ്മൾ കണ്ടില്ലേ. ഇതുപോലെയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്ക അറിയപ്പെടുന്നത് തന്നെ റെയിൻബോ നേഷൻ എന്നാണ്. റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല് നേഷൻ എന്ന് അറിയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് നമുക്കറിയാം കൂടുതലും കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരാണ് മെജോറിറ്റി എങ്കിലും അവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് പല രാജ്യങ്ങളുടെയും കോളനി ആയിരുന്നു. ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഡച്ചുകാർ ഒരുപാട് പേരുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ ഒരുപാട് പേരുള്ള സ്ഥലമാണ്. ആഫ്രിക്കൻസ് ഒരുപാട് പേരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പല സംസ്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ ഒരു റെയിൻബോ നേഷൻ എന്ന് വിളിക്കുന്നത്. ഏതായാലും സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റിലുള്ള ഹിസ്റ്ററിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 1889 ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റിൽ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ലോകത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന 3ാമത്തെ രാജ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് സൗത്ത് ആഫ്രിക്കയാണ്. 1889 അതായത് 136 വർഷങ്ങൾക്ക് മുന്നെയാണ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1975 ആദ്യ ഏകദിന ലോകകപ്പ് തൊട്ടായിരിക്കും ഈ ICCയുടെ ഒരു ടൂർണമെന്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ആ ഒരു സമയം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏകദിന ലോകകപ്പുകൾ, ഒരുപാട് T20 ലോകകപ്പുകൾ, ഇപ്പൊ കഴിഞ്ഞ ഒരു 3 പ്രാവശ്യമായിട്ട് ഇതുപോലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ, ഒരുപാട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലുകൾ, ഇതെല്ലാം നടന്നിട്ടുണ്ട്. അതിൽ 1998 ചാമ്പ്യൻസ്
ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മാത്രമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരിക്കലെങ്കിലും ICCയുടെ ഒരു ട്രോഫിയിൽ തൊടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് 2025 ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലാണ് അവർ ഈ ട്രോഫി നേടുന്നത് എന്നുള്ളത് വളരെയധികം മധുരമേറിയ ഒരു ഓർമ്മ തന്നെയാണ്. കാരണം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അംഗീകാരമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഈ ഒരു ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ, അതായത് ഫൈനൽ മത്സരത്തിലേക്ക് കടന്നപ്പോൾ നമുക്കറിയാം ലോക ക്രിക്കറ്റിന്റെ മെക്കയായിട്ടുള്ള ലോർഡ്സിലാണ്, ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് ഈ ടെസ്റ്റ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം അരങ്ങേറിയത്. അത് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ അരങ്ങേറുന്നു. ഓസ്ട്രേലിയ നമുക്കറിയാം അത്രയും കരുത്തുറ്റ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയതല്ല. പക്ഷേ 2025 ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വലിയ നേട്ടങ്ങൾ, ഇപ്പോൾ RCBയുടെ 18 വർഷത്തിന് ശേഷമുള്ള IPL ഒരു കിരീടം ചൂടുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെയുള്ള വലിയ നേട്ടങ്ങൾ ഈ വർഷം കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ഈ വർഷം ചാമ്പ്യന്മാരായിരിക്കുന്നു. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നടക്കുന്നത്. ആദ്യ വർഷം 2021 ന്യൂസിലൻഡ് ആയിരുന്നു ചാമ്പ്യന്മാരായതെങ്കിൽ 2023 ഓസ്ട്രേലിയ ആയിരുന്നു ചാമ്പ്യന്മാർ. 2025 വരുമ്പോൾ സൗത്ത് ആഫ്രിക്ക ചാമ്പ്യന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും അവസാന ഘട്ടത്തിൽ, അതായത് അവസാനത്തെ മൂന്നാമത്തെ ദിവസം അവസാന ഇന്നിംഗ്സിൽ, നാലാമത്തെ ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ കാഴ്ചവെച്ച ഒരു ബാറ്റിംഗ് മികവ്, എസ്പെഷ്യലി എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള തെംബ ബൗമ. നല്ലൊരു ഇഞ്ചുറിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു. ആ പരിക്ക് വെച്ച് 66 റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനും അണ്ടർ-19 ലോകകപ്പ് അവർക്ക് ഒരു കാലഘട്ടത്തിൽ നേടിക്കൊടുത്ത ക്യാപ്റ്റനുമായിട്ടുള്ള എയ്ഡൻ മാർക്രാം, അദ്ദേഹവും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. മാർക്രാം 136 റൺസാണ് നേടിയത്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ്. കാരണം ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഒരു കണ്ടീഷൻസിൽ 136 റൺസ് നേടുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ലോകോത്തര ബൗളിംഗ് നിരയാണ് ഓസ്ട്രേലിയയുടേത്. 3 ഫാസ്റ്റ് ബോളർമാരെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരാണ്. അതായത് അവരുടെ ഒരു സ്പിന്നർ ആയിട്ടുള്ളത് നത്തൻ ലൈനാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ഒരു ലോകോത്തര സ്പിന്നറാണ്. ഈ സ്പിന്നറുടെയും ആ ഫാസ്റ്റ് ബോളർമാരെയും ഒക്കെ നേരിട്ട് കൊണ്ട് ഈ രണ്ടുപേരും ചേർന്ന് നേടിയ ഒരു ചെറുത്ത് നിൽപ്പാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ കിരീടം സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ 282 റൺസ് അവസാന ഇന്നിംഗ്സിൽ, അതായത് നാലാമത്തെ ഇന്നിംഗ്സിൽ നേടുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി അല്ല. പക്ഷേ ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനം തെളിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ആകാശം തെളിഞ്ഞു നിൽക്കുക. സൂര്യൻ പുറത്തു വരികയാണെങ്കിൽ ബാറ്റിംഗ് വളരെ ഈസി ആയിരിക്കും. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ അവിടെ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമായിരിക്കും. പക്ഷേ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ബാറ്റ് ചെയ്ത സമയങ്ങളിൽ ഉടനീളം സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് അത്രത്തോളം ദുഷ്കരമായിരുന്നില്ല. പക്ഷേ ആദ്യ ഇന്നിംഗ്സിലും രണ്ടാമത്തെ ഇന്നിംഗ്സിലും മൂന്നാമത്തെ ഇന്നിംഗ്സിലും ഒക്കെ ബാറ്റിംഗ് വളരെയധികം ദുഷ്കരമായിരുന്നു. അതിനെല്ലാം മറികടന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് സൗത്ത് ആഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ മുത്തമിട്ടിരിക്കുന്നു. നമ്മൾ ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കളിയിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് 212 റൺസാണ് നേടിയത്. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. അതിന്റെയും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മൂടികെട്ടിയ അന്തരീക്ഷമായതുകൊണ്ടാണ്. അതിൽ 212 റൺസിൽ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്ന ഒരു 250 260 ഒക്കെയാണ് ലോർഡ്സിൽ. അത് 212 റൺസിന് അവരെ ഓൾ ഔട്ട് ആക്കാനായിട്ട് സാധിച്ചു. സ്റ്റീവ് സ്മിത്ത് വളരെ നല്ല രീതിയിൽ, നല്ല മനോഹരമായ രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് സ്മിത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹം ഒരു 66 റൺസ് നേടി. അതുപോലെ തന്നെ ബ്യൂ വെബ്സ്റ്റർ എന്ന് പറയുന്ന പുതുമുഖ താരമാണ്, അദ്ദേഹം 72 റൺസ് നേടി. പക്ഷേ കഗീസോ റബാദയുടെ മികച്ച ബൗളിംഗ് പ്രകടനം, അദ്ദേഹം 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചു ആ ഒരു ഇന്നിംഗ്സിൽ. അതുപോലെ തന്നെ മാർക്കോ യാൻസൺ 3 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. അതുകൊണ്ടാണ് 212 റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ ഓസ്ട്രേലിയനെ ഓൾ ഔട്ട് ആക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയെ സാധിച്ചത്. പക്ഷേ തിരിച്ചു ബാറ്റിംഗിനെത്തിയ സൗത്ത് ആഫ്രിക്കയെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനായിട്ട് ഓസ്ട്രേലിയയ്ക്കും സാധിച്ചു എന്നുള്ളതാണ്. 138 റൺസിനാണ് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മത്സരം കൈവിട്ട് പോയി എന്നുള്ളതാണ്. കാരണം ഏകദേശം ഒരു 70-ൽ കൂടുതൽ റൺസ് ലീഡ് വഴങ്ങുക എന്ന് പറയുന്നത് വളരെ അധികം ദുഷ്കരമാണ്. കാരണം നാലാമത്തെ ഇന്നിംഗ്സിൽ ആ ഒരു ലീഡും കൂടെ അടിച്ചെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഈ 138 റൺസിൽ തെംബ ബൗമ ഒരു 36 റൺസും ഡേവിഡ് ബെഡിംഗ്ഹാം എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് അദ്ദേഹം 45 റൺസും നേടിയിരുന്നു. മിച്ചൽ സ്റ്റാർക്ക് ആ ഒരു ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേട്ടം കൈവരിച്ചപ്പോൾ പാറ്റ് കമ്മിൻസ് 6 വിക്കറ്റ് നേടിക്കൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞു മുറുക്കിയത്. മൂന്നാമത്തെ ഇന്നിംഗ്സിനായിട്ട് ഓസ്ട്രേലിയ വരുമ്പോൾ ഓസ്ട്രേലിയ ഓൾമോസ്റ്റ് ഒരു നല്ല സ്കോർ പടുത്തുയർത്തുകയും ജയിക്കുകയും ചെയ്യുമെന്ന് എല്ലാവരും ഉറപ്പിച്ച ഒരു ഘട്ടമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരുടെ ഒരു മികച്ച ബൗളിംഗ് പ്രകടനമാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 207 റൺസിന് ഓൾ ഔട്ട് ആക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയെ സാധിച്ചു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ 73 റൺസിന് 7 വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ. അവിടെ നിന്നിട്ടാണ് ഒരു വലിയ പാർട്ണർഷിപ്പിലൂടെ
ആ ഒരു മത്സരത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മിച്ചൽ സ്റ്റാർക്കിനൊക്കെ സാധിച്ചത്. മിച്ചൽ സ്റ്റാർക്കും അലക്സ് ക്യാരി ആ ഇന്നിംഗ്സിൽ 43 റൺസ് നേടിയപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് 58 റൺസാണ് നേടിയത്. 207 റൺസ് നേടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡും കൂടെ ഏകദേശം ഒരു 74ഓളം റൺസ് ഉണ്ടായിരുന്നു. ടോട്ടൽ 281 റൺസാണ് ഉണ്ടായിരുന്നത്. 282 റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസാന ഇന്നിംഗ്സിൽ ചേസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. 282 റൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഭാഗ്യം പോലെ മാനം തെളിഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബോൾ മനോഹരമായിട്ട് അതിന് മുമ്പുള്ള ഇന്നിംഗ്സുകളിലൊക്കെ സ്വിംഗ് ചെയ്തിരുന്നത് പോലെ ഈ ഒരു ഇന്നിംഗ്സിൽ സ്വിംഗ് ചെയ്തിരുന്നില്ല. ആദ്യം ഒരു വിക്കറ്റ് റിയാൻ റിക്കൽട്ടന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടുവെങ്കിലും ഏഡൻ മാർക്രാമും തെംബ ബൗമയും, വിയാൻ മോൾഡർ ഒരു ചെറിയ നല്ല ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം ഏഡൻ മാർക്രാമിന്റെയും തെംബ ബൗമയുടെയും ആ ഒരു കൂട്ടുകെട്ടാണ് അവരെ മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. 147 റൺസിന്റെ കൂട്ടുകെട്ടാണ് ആ രണ്ടാമത്തെ വിക്കറ്റിൽ അവർ രണ്ടുപേരും ചേർന്ന് നേടിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മിച്ചൽ സ്റ്റാർക്കിന്റെ ബൗളിംഗ് മനോഹരമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിനും അവരെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചില്ല. സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ICCയുടെ ഒരു ട്രോഫി, അത് ഞാൻ പറഞ്ഞു 98-ലെ ഒരു ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ഫൈനലിൽ ആ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക മുഴുവൻ ഇന്ന് ആഘോഷ തിമിർപ്പിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻബോ നേഷൻ, ആ ഒരു മഴവിൽ രാജ്യം, ഈ ഒരു ആഘോഷം അല്ലെങ്കിൽ ഇന്ത്യയിലടക്കം ഒരുപാട് ആരാധകരുള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. കാരണം എപ്പോഴും അവർ തോറ്റു മടങ്ങുമ്പോൾ, കണ്ണീരോടെ മടങ്ങുമ്പോൾ ഒരുപാട് ആരാധകർ അവരുടെ സങ്കടങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്ന് എല്ലാ ആരാധകരുടെ ദിവസമാണ്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ദിവസമാണ് എന്നുള്ളതാണ്. ഏതായാലും ഇതുപോലെയുള്ള മികച്ച വിജയങ്ങൾ നേടാനായിട്ട് ഇനിയും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ ഒരു വിജയം മുതൽക്കൂട്ടാവട്ടെ, അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.